നമസ്കാരം, ഞാൻ ഡോക്ടർ അരുൺ ബി നായർ. IT മേഖലയിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെയും ഇടയിൽ അടുത്ത കാലത്തായിട്ടൊരു വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ വർദ്ധിച്ചു വരുന്നുണ്ട്. നിർമ്മിത ബുദ്ധി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത് കടന്നു വരുന്നതോടുകൂടി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തങ്ങളുടെ ജീവിതത്തിൽ വരുമോ, തങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു വ്യാകുലതയാണ്. അങ്ങനെ പെട്ടെന്നൊന്നും തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിലില്ല. പണ്ട് കമ്പ്യൂട്ടർ വ്യാപകമായപ്പോഴും ഇതേ ആശങ്കയുണ്ടായിരുന്നു. മനുഷ്യന് പകരം കമ്പ്യൂട്ടർ ജോലി ചെയ്ത് തുടങ്ങും, അതുകൊണ്ട് മനുഷ്യർക്ക് തൊഴിലില്ലാതാവും എന്നൊരാശങ്കയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് കമ്പ്യൂട്ടർ ഉപയോഗിക്കാനുള്ള സ്കില്ല് മനുഷ്യൻ ഡെവലപ്പ് ചെയ്തപ്പോൾ അവിടെ പുതിയ തൊഴിൽ സാധ്യതകൾ ഓപ്പണായി വരികയാണ് ചെയ്തത്. നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വന്തമായിട്ട് അതങ്ങ് പല ജോലികളും ചെയ്തു കളയുമോ എന്നുള്ളൊരു ആശങ്ക നിലവിലുണ്ട്. പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും പരമാവധി മാനവ വിഭവശേഷി ഒഴിവാക്കി ഈ നിർമ്മിത ബുദ്ധിയെ കൊണ്ട് പല ജോലികളും ചെയ്യിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ പാതയിലുമാണ്. പക്ഷേ എങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നിർമ്മിത ബുദ്ധി എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്നുള്ളൊരു സാങ്കേതിക വിദ്യ മനുഷ്യർ സ്വായത്തമാക്കിയാൽ ആ മേഖലയിലും തൊഴിലുകൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ്. ഇപ്പോൾ 42 വയസ്സുള്ള ഒരു എൻജിനീയർ, അദ്ദേഹം ഒരു 20 വർഷമായിട്ട് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണ്. ഇന്നത്തെ തലമുറയിൽ ഈ 20 വർഷമായിട്ട് ഒരേ സ്ഥാപനത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നൊരു അപൂർവതയാണ്. കാരണം സ്ഥാപനങ്ങളിങ്ങനെ ചാടി പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഏത് തൊഴിൽ മേഖല എടുത്താലും കണ്ടുവരുന്നത്. അത് എഞ്ചിനീയർ മേഖലയായാലും ശരി, മെഡിക്കൽ മേഖലയായാലും ശരി, മാധ്യമപ്രവർത്തനമാണെങ്കിലും ശരി, പുതിയ പുതിയ മേഖലകളിലേക്ക് പോവുക എന്നുള്ളതാണ് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരവസ്ഥ. പക്ഷേ ഇവിടെ അദ്ദേഹം അതിൽ നിന്ന് വിപരീതമായിട്ട് ജോലി ചെയ്ത സ്ഥാപനത്തിൽ തന്നെ 20 കൊല്ലമായിട്ട് ജോലി ചെയ്ത് അവിടെ പ്രൊമോഷനൊക്കെ നേടി അവിടെ അത്യാവശ്യം നല്ലൊരു പദവിയിലാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഒരു ചർച്ച വന്നു. അത് അദ്ദേഹത്തിൻ്റെ മേലധികാരികളെല്ലാം കൂടെ ഇരുന്ന ഒരു ചർച്ചയാണ്. ആ ചർച്ചയിൽ AI നിർമ്മിത ബുദ്ധി എങ്ങനെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വികാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താമെന്നുള്ള ചില ആശയവിനിമയങ്ങളൊക്കെ വന്നു. അതേ തുടർന്ന് മാൻ പവർ വെട്ടിക്കുറയ്ക്കണം, എൻട്രി പോസ്റ്റിലുള്ള മാൻ പവർ 1/3 വെട്ടിക്കുറയ്ക്കണം എന്നുള്ള തരത്തിലുള്ള ചില ആശങ്കകൾ വന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിന് വല്ലാത്ത ഒരു അസ്വസ്ഥതയും വെപ്രാളവും വന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേരും കൗമാരപ്രായത്തിലേക്ക് എത്തി, അവരുടെ വിദ്യാഭ്യാസം, ഒരു പെൺകുട്ടിയുണ്ട്, അതിൻ്റെ വിവാഹം, ഇങ്ങനെയുള്ള പല ചിന്തകളും മനസ്സിലേക്ക് വരികയാണ്. എനിക്ക് നാളെ ജോലി നഷ്ടപ്പെടുമോ? ഈ എൻട്രി പോസ്റ്റിലുള്ള 1/3 മാൻ പവർ വെട്ടിക്കുറച്ചാൽ ഇനി അധികം വൈകാതെ ഉന്നത പദവികളിലും ഇതേപോലത്തെ കാര്യങ്ങൾ വരുമല്ലോ. അപ്പോൾ AIയെക്കുറിച്ച് നല്ല വൈദഗ്ധ്യമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇരുന്നുകൊണ്ട് ഇതെല്ലാം നിയന്ത്രിക്കുകയും ബാക്കിയുള്ളവർക്കൊക്കെ ജോലി നഷ്ടപ്പെടുകയും ചെയ്യുമോ എന്ന് ആലോചിച്ചിട്ട് അദ്ദേഹത്തിന് ഉറക്കമില്ലാത്തൊരു അവസ്ഥ വരികയാണ്. അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നില്ല, അദ്ദേഹത്തിന് മനസ്സിൽ വല്ലാത്ത വ്യാകുലതകൾ വരുന്നു. ഇനി ജീവിതം ഇന്നെ മുന്നോട്ട് പോയിട്ട് കാര്യമുണ്ടോ, ആത്മഹത്യ ചെയ്താലോ എന്നൊക്കെയുള്ള രീതിയിൽ അദ്ദേഹം ചിന്തിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്, അവർ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ 17 വർഷമായി, 17 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ ഇത്രയ്ക്ക് പരിഭ്രാന്തനായി കണ്ടിട്ടില്ല. കോവിഡ് വന്ന സമയത്ത് ജോലി നഷ്ടപ്പെടുമോ എന്നൊക്കെയുള്ളൊരാശങ്കകൾ ഉണ്ടായിരുന്നു. കുറച്ച് നാൾ വീട്ടിലിരിക്കേണ്ടി വന്നു, ശമ്പളം കട്ട് ചെയ്തു, അന്നൊന്നും ഇദ്ദേഹത്തിന് വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഇത്രയ്ക്ക് വലിയൊരു പ്രോബ്ലം വന്നിരിക്കുന്നത്. ഇദ്ദേഹം ഉറങ്ങുന്നില്ല, ഇദ്ദേഹം വളരെ ഡിപ്രസ്ഡാണ്. നമുക്ക് കുട്ടികൾക്ക് വിഷം കൊടുത്ത് നമുക്ക് മരിച്ചാലോ എന്നൊക്കെ അദ്ദേഹം കഴിഞ്ഞൊരു ദിവസം സംസാരിച്ചു എന്നോട്. ആ സംസാരം കഴിഞ്ഞപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് ഗൗരവമുള്ളൊരു വിഷയമാണ്, അങ്ങനെയാണ് ചികിത്സയ്ക്ക് വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാമ്പത്തിക പ്രതിസന്ധികളൊന്നും അവർക്കില്ല. സ്വന്തമായൊരു വീടുണ്ട്, വാഹനമുണ്ട്, ലോണുകളൊന്നും ഇപ്പം നിലവിലില്ല. കാരണം ഹൗസിംഗ് ലോണൊക്കെ അടച്ചു തീർത്തു, വാഹനത്തിനും വായ്പയൊന്നുമില്ല. ഇപ്പോൾ തീർത്തും നോർമലായ രീതിയിൽ അവരുടെ ജീവിതം പോവുകയാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ആശങ്ക 16 വയസ്സുള്ള മകൻ 1 കൊല്ലം കൂടെ കഴിയുമ്പോഴത്തേക്ക് +2 കഴിയും, ഇനി അവന് വിദ്യാഭ്യാസത്തിന് ഓസ്ട്രേലിയയിലേക്ക് വിടണം എന്നാണ് അവരുടെ ആഗ്രഹം. അത് സാധിക്കാതെ വരുമോ? ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മകൾ 14 വയസ്സുണ്ട്, അവളുടെ വിവാഹം, അതിന് പ്രശ്നം വരുമോ? ഇങ്ങനെയുള്ള പലതരം വ്യാകുലതകളാണ്. ഈ വ്യാകുലതകളൊക്കെയാണ് അദ്ദേഹത്തെ വല്ലാതെ പരിഭ്രാന്തനാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് അങ്ങനത്തെ സാധ്യതകളില്ല എന്നും നമ്മളൊരു അപ്സ്കില്ലിംഗ് എന്നൊരു സംഗതി, അതായത് നമുക്കിപ്പോൾ ഉള്ള നിപുണതകൾ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി നിർമ്മിത ബുദ്ധിയെ കൂടെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് നമ്മുടെ സ്കില്ലുകളൊന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി. അദ്ദേഹം ഇപ്പോൾ എത്തി നിൽക്കുന്ന വിഷാദം, അത് ഒരു ആത്മഹത്യാ പ്രവണതയുള്ള വിഷാദത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിയതുകൊണ്ട് തന്നെ അത് ചികിത്സിക്കാതെ വിടാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ്. തലച്ചോറിലെ സെറട്ടോണിൻ എന്ന രാസവസ്തു കുറയുമ്പോഴാണ് ഡിപ്രഷനിലേക്ക് വരുന്നത്. അപ്പോൾ സെറട്ടോണിൻ്റെ അളവ് ക്രമീകരിക്കാനുള്ള മരുന്നുകളും അദ്ദേഹത്തിൻ്റെ ചിന്താവൈകല്യങ്ങൾ തിരുത്താനുള്ള ബൗദ്ധിക പെരുമാറ്റ ചികിത്സയും ഒക്കെ നൽകിയപ്പോൾ ക്രമേണ അദ്ദേഹം നോർമലായി വന്നു. ഇപ്പോൾ
ഒരു 3 മാസമായി അദ്ദേഹം മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യക്ഷമതയൊക്കെ തിരിച്ചു വന്നു കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു പ്രതീക്ഷയൊക്കെ വന്നിട്ടുണ്ട്. AI-യുമായി ബന്ധപ്പെട്ട പുതിയ ചില കോഴ്സുകളും സർട്ടിഫിക്കേഷൻസും ഒക്കെ ചെയ്ത് അദ്ദേഹം സ്വയം നവീകരിക്കാനുള്ളൊരു പാതയിലാണിപ്പോൾ. നന്ദി, നമസ്കാരം.